എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയ കൃഷ്ണാനി ബേഗനെ ബാരോ എന്ന ഭജന്റെ അനുപല്ലവിയും ചരണങ്ങളും ഇന്ന് നോക്കാം. ഇത് കന്നഡ ലാംഗ്വേജിലാണ് കോമ്പോസിഷൻ ഉള്ളത്. ഇതിൻ്റെ മീനിങ് ഒന്ന് പറയണമെന്ന് ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടിരുന്നു. ഇത് കൃഷ്ണ നീ ബേഗനെ ബാരു എന്ന പല്ലവിയുടെ മീനിങ് കൃഷ്ണ നീ വേഗം വരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അനുപല്ലവി നോക്കിയാൽ ബേഗനെ ബാരോ മുഖവന്നെ തോരോ കൃഷ്ണ നീ ബേഗനെ ബാരോ. ബേഗനെ ബാരോ മുഖവന്നെ തോരോ എന്ന് പറഞ്ഞാൽ വേഗം വന്ന് നിന്റെ മുഖം കാണിക്കൂ. കൃഷ്ണ നീ വേഗം വന്ന് നിന്റെ മുഖം എന്നെ ഒന്ന് കാണിക്കൂ. കൃഷ്ണ നീ ബേഗനെ ബാരോ. അതാണ് അനുപല്ലവി വരുന്നത്. നമുക്ക് അനുപല്ലവിയുടെ നൊട്ടേഷൻ ഒന്ന് നോക്കാം. മിശ്രചാപ്പിൽ തക്കിട്ട തക്കത്തിമി എന്നാണ് വരുന്നത്. അപ്പം നൊട്ടേഷൻ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാം കാലത്തിൽ എഴുതുമ്പോൾ തക്കത്തിമി തക്ക തക്കത്തിമി തക്കച്ചോളൂ എന്ന് വരും. അപ്പം 14 അക്ഷരമായിട്ട് വരും ഒരു താളവട്ടത്തിൽ. അപ്പം 4 അക്ഷരം തള്ളിയിട്ട് പാടും. ബേഗനെ ബേഗ തക്കത്തിമി ബേഗനെ ബാരോ ബേഗനെ ഗദ ഗദപമ ബേഗ ഗദപമരി ബേഗനെ റിപഗപപ നേ ബേഗനെ ബാരോ പാപമനിദനപപ ബാരോ ബേഗനെ ബാരോ മുഖവന്നെ പാപ മുഖ പാപ പദദപ മുഖവന്നെ പാപ പദദപ മുഖവന്നെ തോരോ തോരോ മദപമഗ ഗമഗ തോരോ. അവിടെ അവിടെ ശുദ്ധ മധ്യമമാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ മദർ രാഗം 65th 65ാമത്തെ മേളാർത്ഥ രാഗമായ കല്യാണിയാണ്. അപ്പം അതിന് പ്രതിമധ്യമമാണ് വരേണ്ടത്. ഇതിനകത്തൊരു അന്യസ്വരം വരുന്നതായിട്ട് പറഞ്ഞിരുന്നല്ലോ, ശുദ്ധ മധ്യമം. അത് ഇവിടെ വരുന്നുണ്ട്. തോരോ തോരോ മദപമഗ ഗമഗ ഗമഗ അത് ശുദ്ധമധ്യമമാണ്. ബേഗനെ ബാരോ മുഖവന്നെ തോരോ. ഒന്നാമത്തെ. രണ്ടാമത്തെ വരുമ്പം ബേഗനെ ബാരോ മുഖവന്നെ മുഖവന്നെ ഒന്നാമത്തെ പോലെ തന്നെ വരും. ബേഗനെയും ഒന്നാമത്തെ പോലെ തന്നെയാണ് പാടുന്നത്. ബേഗനെ ബാരോ അവിടെയാണ് വ്യത്യാസം വരുന്നത്. പമഗരി സനി ധനിരേഖ ബാരോ
മധ്യമമാണ് വരുന്നത്. കൃഷ്ണ നീ വേഗനെ ബാരോ, കൃഷ്ണ നീ വേഗനെ ബാരോ, കൃഷ്ണ നീ വേഗനെ ബാരോ. ഇതാണ് അനുപല്ലവി വരുന്നത്. അനുപല്ലവി ഒന്ന് പാടി നോക്കാം. ബേഗനെ ബാരോ മുഖവന്നെ തോരോ, ബേഗനെ ബാരോ മുഖവന്നെ തോരോ, കൃഷ്ണ നീ വേഗനെ ബാരോ, കൃഷ്ണ നീ വേഗനെ ബാരോ, കൃഷ്ണ നീ വേഗനെ ബാരോ. ഇതേപോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് ഇത് തന്നെ. എങ്കിൽ മാത്രം ചെറിയൊരു സാഹിത്യത്തിൻ്റെ കൂടുതലും ഉണ്ട്, അക്ഷരങ്ങളുടെ കൂടുതലും കൊണ്ട് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ചരണങ്ങൾക്ക്. അപ്പം ഒന്നും ഇതിന് ശരിക്കും പറഞ്ഞാൽ 4 ചരണങ്ങളുണ്ട്. അപ്പം നമ്മൾ 1ഉം 2ഉം ചരണങ്ങൾ പാടാറില്ല, അങ്ങനെ അധികം കേൾക്കാറില്ല. കോമൺ ആയിട്ട് 3ഉം 4ഉം ചരണങ്ങളാണ് കേട്ടിട്ടുള്ളത്. അപ്പം മൂന്നാമത്തേത് നോക്കാം നമുക്ക്. കാശി പീതാംബര കയ്യല്ലി കൊളലു പൂസിത ശ്രീഗന്ധ മയ്യൊളു ഘമ്മ. അതാണ് ചരണത്തിൻ്റെ ഫസ്റ്റ് ചരണത്തിൻ്റെ സാഹിത്യം വരുന്നത്. കാശി പീതാംബര കയ്യല്ലി കൊളലു എന്ന് വെച്ചാൽ കാശിയിലെ പീതാംബരം പട്ടുവസ്ത്രം, മഞ്ഞ പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു. പിന്നെ കയ്യല്ലി കൊളലു എന്ന് പറഞ്ഞാൽ കയ്യിൽ കുഴൽ, കൊളലു കുഴൽ എന്നാണ് അർത്ഥം. കയ്യല്ലി കൊളലു പൂസിത ശ്രീഗന്ധ മയ്യുളു ഘമ്മ എന്ന് വെച്ചാൽ ശരീരത്തിൽ ദേഹത്ത് ശ്രീഗന്ധ ചന്ദനത്തിൻ്റെ നല്ല ഗന്ധം, നല്ല സുഗന്ധം എന്നുള്ളതാണ്. അങ്ങനെയുള്ള കൃഷ്ണ നീ ഓടി വരൂ എന്നാണ് അതിൻ്റെ മീനിങ്. എല്ലാം 4 അക്ഷരം തള്ളിയിട്ടാണ് വരുന്നത്. കാശി പീതാംബര കയ്യല്ലി കൊളലു, കാശി പീതാംബര കയ്യല്ലി കൊളലു പൂസിത ശ്രീഗന്ധ മയ്യോളു ഘമ്മ, പൂസിത ശ്രീഗന്ധ. അവിടെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഗന്ധ നിരി നിരിഗമ മധുപമുക ഗന്ധ മയ്യോളു ഗമരീസ. ഇവിടെയും ശുദ്ധ മധ്യമം വരുന്നു. ഗമരീസ മയ്യോളു ഗം ഗം നിസരി ഗമ ഗരീസ ഗ്രീസ ഗരി ഗരിസ നിസരി ഗമ ഘമ്മ ഗരിസ 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 എന്ന് വരുമ്പോൾ ഘമ്മ. പൂസിത ശ്രീഗന്ധ മയ്യോളു ഘമ്മ, പൂസിത ശ്രീഗന്ധ
നമ്മുടെ കൃഷ്ണനി ബേഗനി എന്നുള്ള പോർഷൻ നമുക്ക് നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് പാടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പാടാവുന്നതാണ്, രാഗത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പം ഇതാണ് ഫസ്റ്റ് ചരണം വരുന്നത്. ഇതൊന്ന് പാടി നോക്കാം. കാശി പീതാംബര കയ്യല്ലി കോളലു, കാശി പീതാംബര കയ്യല്ലി കോളലു, പൂസിത ശ്രീ ഗന്ധമയ്യോളു കമ്മ, പൂസിത ശ്രീ ഗന്ധമയ്യോളു കമ്മ, കൃഷ്ണനി ബേഗനെ ബാരോ. സെക്കൻഡ് ചരണം നോക്കാം നമുക്ക്. തായികെ ബായല്ലി ജഗവന്നു തോരിത, തായികെ ബായല്ലി ജഗവന്നു തോരിത ജഗദോദ്ധാരണ നമ്മ ഉടുപ്പി ശ്രീകൃഷ്ണ. തായികെ ബായല്ലി എന്ന് വെച്ചാൽ, തായികെ എന്ന് വെച്ചാൽ തായ, അമ്മ, അമ്മയെ വായ തുറന്ന്, ബായല്ലി എന്ന് വെച്ചാൽ വായ തുറന്ന്, ജഗവന്നു തോരിത ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ, ഈ ജഗത്ത് മുഴുവൻ കാണിച്ചു. എന്താണ്, മണ്ണ് തിന്നപ്പോൾ യശോദ വായ തുറക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വായ തുറന്ന് ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിലുള്ള എല്ലാം കാണിച്ചു, വായ തുറന്ന് കാണിച്ച കൃഷ്ണൻ. തായികെ ബായല്ലി ജഗവന്നു തോരിത ജഗദോദ്ധാരണ, ഈ ജഗത്തിനെ ഉദ്ധരിക്കുന്ന നമ്മ ഉടുപ്പി ശ്രീകൃഷ്ണ. കൃഷ്ണ നീ വേഗനി ബാരോ, കൃഷ്ണ നീ വേഗം വരൂ. അപ്പം നമുക്ക് പാടി നോക്കാം. ആദ്യത്തെ വരി പല്ലവിയും ഫസ്റ്റ് ചരണവും പോലെ, അനുപല്ലവിയും ഫസ്റ്റ് ചരണവും പോലെ തന്നെയാണ്. തായികെ ബായല്ലി ജഗവന്നു തോരിത, തായികെ ബായല്ലി ജഗവന്നു തോരിത. അത് അതേപോലെ തന്നെയാണ് വരുന്നത്, ഫസ്റ്റ് ചരണം പോലെ തന്നെ വരും. ജഗദോദ്ധാരണ നമ്മ ഉടുപ്പി ശ്രീകൃഷ്ണ, ജഗദോദ്ധാരണ നമ്മ ഉടുപ്പി ശ്രീകൃഷ്ണ. ഈ ചരണം ഒന്ന് പാടി നോക്കാം. തായികെ ബായല്ലി ജഗവന്നു തോരിത, തായികെ ബായല്ലി ജഗവന്നു തോരിത ജഗദോദ്ധാരക നമ്മ ഉടുപ്പി ശ്രീകൃഷ്ണ, ജഗദോദ്ധാരക നമ്മ ഉടുപ്പി ശ്രീകൃഷ്ണ, കൃഷ്ണനി ബേഗനെ ബാരോ ബാരോ ബാരോ, കൃഷ്ണനി ബേഗനെ ബാരോ. ഇത്രയുമാണ് ഈ കോമ്പോസിഷൻ്റെ നൊട്ടേഷൻ വരുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പോസിഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.